ദൈവത്തിന് മഹത്വം. ശിഷ്യത്വത്തിന്റെ ശ്രേഷ്ഠത. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:34-35 വരെ. നാം യേശുവിൻ്റെ ശിഷ്യരെന്ന് എല്ലാവരും അറിയേണ്ടതിന് നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് യേശു നമ്മോട് പറയുന്നു. അതെപ്രകാരമെന്ന് വ്യക്തമാക്കുവാൻ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും തമ്മിൽ സ്നേഹിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായത്, നമ്മുടെ മാനുഷിക നിലയിൽ നാം തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ പോരാ. യേശു നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. മാനുഷിക സ്നേഹമെന്ന് പറയുന്നത് മത്തായി സുവിശേഷം നാം ശ്രദ്ധിച്ചാൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും പകയ്ക്കുന്നവരെ, ശത്രുക്കളായവരെ പകയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥ. അത് ചുങ്കക്കാരും മറ്റു ജാതികളും ചെയ്യുന്ന മാനുഷികമായ അവസ്ഥയാണ്. ഈ നിലയിലല്ല നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ തന്നെ നാം സ്നേഹിക്കണം. അഥവാ പിതാവായ ദൈവം യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു നമ്മെ സ്നേഹിക്കുന്നു. ആകയാൽ ആ ദൈവസ്നേഹത്തിനേറ്റവണ്ണം നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അത് വ്യക്തമാക്കുവാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെ യേശു വ്യക്തമാക്കുന്നു. ദൈവം നന്ദികെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവായി ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴയെ പെയ്യിക്കുകയും ചെയ്യുന്നു. ആകയാൽ നാം നമ്മുടെ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്നവരായി, സ്നേഹത്തിന്റെ പ്രവൃത്തികളായി, പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്ത് ശപിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് ദുഷിക്കുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായും, ഒരു ചെകിട തടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചുകൊടുത്തും, പുതപ്പെടുക്കുന്നവന് വസ്ത്രവും തടുക്കാതെയും, ചോദിക്കുന്നവന് കൊടുക്കുന്നവരായും, എടുത്തുകൊള്ളുന്നവരോട് മടക്കി ചോദിക്കാതെയും, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്തും സ്വർഗീയ പിതാവിന്റെ മക്കളാകുവാൻ തക്കവണ്ണം ജീവിച്ച് മറ്റുള്ളവരെ ഈ ദൈവസ്നേഹത്തിനേറ്റവണ്ണം സ്നേഹിക്കണം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് നാം ബലഹീനലും പാപികളും ശത്രുക്കളുമായിരുന്നപ്പോഴാണ്. ആകയാൽ അതുപോലെ നാം സ്നേഹിക്കുന്നവരെ മാത്രമല്ല, ശത്രുക്കളെയും പകയ്ക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയുമൊക്കെ, ചുരുക്കത്തിൽ സകലരെയും സ്നേഹിക്കുന്നവരാകണം. ഇനിയും ദൈവസ്നേഹത്തിന്റെ മറ്റൊരു സവിശേഷത, മാനുഷിക സ്നേഹം താൽക്കാലികമാണ്. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും, എന്നാൽ അവർ പകയ്ക്കുന്നവരായാൽ പിന്നെ അവരെ സ്നേഹിക്കാതെ ആ സ്നേഹമില്ലാതാകും. എന്നാൽ ദൈവസ്നേഹമോ, അവർ നല്ലവരായിരുന്നാലും പിന്നീട് ശത്രുക്കളായാലും ആ സ്നേഹത്തിന് മാറ്റമില്ല. ദൈവസ്നേഹം ഒരുനാളും ഉതിർന്നു പോകുകയില്ല, ഇല്ലാതാകുന്നില്ല. സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ സ്നേഹം യേശു നമ്മെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിക്കുന്നതാണ്. അതെ, യേശു ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന്. ഈ നിലയിലാണ് ഇത് നമുക്ക് സാധ്യമാവുക. അഥവാ യേശു എങ്ങനെയാണ് ഇത് വെളിപ്പെടുത്തിയത് എന്ന് നാം ശ്രദ്ധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നാം. താൻ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്നറിഞ്ഞ യേശു താൻ സ്നേഹിക്കുന്നവരെ അവസാനത്തോളം സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാനായി അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് മേൽവസ്ത്രം ഊരിവച്ച് കാലുകളെ തുടയ്ക്കുവാനായി ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഈ പ്രവൃത്തിയെ നാം ശ്രദ്ധിച്ചാൽ ദാവീദിന്റെ ഭാര്യയാകുവാനായി കൊണ്ടുചെല്ലപ്പെടേണ്ട അബീഗയിൽ ഭൃത്യന്മാരോട് പറയുന്നത്, ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്നാണ്. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ യജമാനന്റെ കാലുകളെ ഒരുപക്ഷെ സന്തോഷത്തോട് പലരും കഴുകുമായിരിക്കും. എന്നാൽ ദാസന്മാരുടെ കാലുകളെ കഴുകുന്നവളെന്ന് കൂടുതൽ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് അവൾ പറയുന്നു. ചുരുക്കത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ എന്നല്ല, അവർ തന്നെ ഗുരുവെന്നു മാത്രമല്ല, കർത്താവെ, യജമാനനെ എന്നും വിളിക്കുന്നതിനാൽ തന്റെ ദാസന്മാരായവരുടെ കാലുകളെ കഴുകുന്ന ദാസനായി മാറുന്നു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത യേശു ഇവിടെ യഥാർത്ഥമായി ദാസനാകുന്നു. എന്തുകൊണ്ട് യേശു ഇവിടെ ദാസനാകുന്നു എന്ന് ചോദിച്ചാൽ, ദാസനായി വിൽക്കപ്പെട്ട ഒരു എബ്രായൻ തനിക്ക് സ്വതന്ത്രനാകുവാൻ അവസരമുണ്ടാകുമ്പോൾ തന്റെ യജമാനനെയും യജമാനൻ ഈ ദാസന് നൽകിയ അവന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുകയാൽ
അവൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞിട്ട് തന്റെ യജമാനനാൽ കാതുകുത്തി തുളയ്ക്കപ്പെട്ടവനായി എന്നേക്കും ദാസനാകുന്നതിനെ കാണിക്കുന്നു. ദാസന് സ്വതന്ത്രനായി പോയിട്ട് വേറെ ഭാര്യയെയും മക്കളെയും ഒക്കെ നേടാമായിരുന്നിട്ടും തന്റെ യജമാനനെയും അവൻ നൽകിയ തന്റെ ഭാര്യയെയും മക്കളെയും അവൻ അവസാനത്തോളം സ്നേഹിച്ചതിനാൽ വിട്ടുപോകാതെ എന്നേക്കും അവരോടുകൂടെ ഇരിക്കത്തക്കവണ്ണം ദാസനാകുന്നു. പിതാവായ ദൈവം തനിക്ക് കൊടുത്തവരെ യേശു അവസാനത്തോളം സ്നേഹിച്ചു എന്നതിനാൽ താൻ അവർക്കു വേണ്ടി ദാസരൂപമെടുത്ത് അവരുടെ കാലുകളെ കഴുകുന്നു. അങ്ങനെയെങ്കിൽ ഉതിർന്നുപോകാത്ത നിലനിൽക്കുന്ന സ്നേഹമുള്ളവരായി നാം തമ്മിൽ അവസാനത്തോളം സ്നേഹിക്കുവാൻ ദാസരായിത്തീരണം, എന്നേക്കും ദാസരായിത്തീരണം. ഈ വിധമായി സ്നേഹത്താൽ ദാസനായി തീർന്നതിനാലുള്ള സ്നേഹത്തിന്റെ വിശേഷത നാം പഠിക്കുമ്പോൾ, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെയാണ് താൻ നമ്മെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞിട്ട് തന്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് മുമ്പേ പറയുന്നു. എങ്ങനെ യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കാമെന്നുള്ളത് താൻ പറയുന്നത്, യേശു പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചിട്ട് യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നാമും യേശുവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചിട്ട് യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കാനിടയാകും എന്നാണ്. യേശുവിനെ സ്നേഹിക്കുന്നവൻ തന്റെ കൽപ്പനകളെയും വചനങ്ങളെയും പ്രമാണിച്ച് യേശു കൽപ്പിക്കുന്നതുപോലെ ചെയ്യുന്നവനാണ് എന്ന് യേശു പറയുന്നു. പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് താൻ കൽപ്പിച്ച എല്ലാറ്റിലും അവസാനത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ദാസനാകുവാനാണ് യേശു ദാസരൂപമെടുത്തത്. സങ്കീർത്തനത്തിലും എബ്രയ ലേഖനത്തിലും നാം നോക്കുമ്പോൾ, ഹനനയാഗവും വഴിപാടും ദൈവം ആഗ്രഹിക്കാതെ പുസ്തകചുരുളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിനേറ്റവണ്ണം ദൈവ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെട്ടുവരുന്ന യേശുവിന് ഒരു ശരീരം അതിനായി ഒരുക്കിയെന്ന് എബ്രയ ലേഖനത്തിൽ പറയുമ്പോൾ, സങ്കീർത്തനങ്ങളിൽ കാതുകളെ ദൈവം തുളച്ചു എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനായി മനുഷ്യവേഷത്തിൽ വന്ന യേശു തന്നെത്താൻ താഴ്ത്തി കാതു തുളയ്ക്കപ്പെട്ടവനായി ക്രൂശിലെ മരണത്തോളം ദൈവ ഇഷ്ടം ചെയ്ത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാക്കി അനുസരണമുള്ള ദാസനാകുന്നു. യേശുവിനെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിച്ച് യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ യേശുവിനെപ്പോലെ ദാസരാകേണ്ടിയിരിക്കുന്നു, അവസാനത്തോളം അനുസരിക്കുന്ന ദാസൻ. ഇനിയും പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വസിച്ചതുപോലെ നാമും യേശുവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു നമ്മെ സ്നേഹിച്ചു. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് സഹോദര സ്നേഹത്തിൽ വസിക്കാനിടയാകണമെങ്കിൽ നാമും യേശുവിനെപ്പോലെ ദാസരൂപമെടുക്കണം. അതും കാതു തുളയ്ക്കപ്പെട്ട എന്നേക്കുമുള്ള ദാസൻ. എന്നാലേ അവസാനത്തോളം സ്നേഹിക്കാൻ കഴിയൂ. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ അനുഭവമായി എല്ലാവരെയും സ്നേഹിച്ച് കീഴടങ്ങുന്നതാണ്. നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, മൂർഖന്മാർക്കും കീഴടങ്ങുവാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ കീഴടങ്ങുവാൻ ഒരു കൂട്ടരോട് മാത്രമല്ല ആവശ്യപ്പെടുന്നത്, എല്ലാവരും തമ്മിൽ കീഴടങ്ങി തന്നെത്താൻ താഴ്ത്തി താഴ്മ ധരിച്ചുകൊണ്ട് ദാസരാകണം എന്നാണ്. അതായത് ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി തമ്മിൽ സ്നേഹത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവർ തമ്മിൽ ദാസരായിരിക്കും. ഒരാൾ മറ്റേയാളെയും അയാൾ തിരിച്ചും സ്നേഹിക്കുന്ന, എന്നേക്കും സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന, കരുതുന്ന, സഹായിക്കുന്ന ദാസന്മാർ. സ്നേഹത്തിന്റെ നിർവചനങ്ങളെല്ലാം പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കഴിയുന്ന അവസ്ഥ. ഒരു കഥ ഓർമ്മിപ്പിക്കട്ടെ. സ്വർഗത്തിൽ വലിയൊരു വിരുന്ന് നടക്കുന്നു. രുചികരമായതും വിഭവസമൃദ്ധവുമായ ഭക്ഷണം മേശമേൽ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ സ്വർഗവാസികളായ അവരുടെ കൈകളിൽ അവരുടെ കൈമുട്ടുകൾ മടക്കാനാവാത്തവണ്ണം നീളമുള്ള തവികൾ വെച്ചുകെട്ടിയിരിക്കുന്നു. തവികൊണ്ട് ഭക്ഷണം കോരി ആർക്കും സ്വയമായി കഴിക്കാൻ സാധ്യമല്ല. എന്നാൽ സ്നേഹത്തിൽ പൂർണ്ണരായി ദാസരായി സഹോദര സ്നേഹത്തിൽ വസിക്കുന്നവർ അത് കാര്യമാക്കുന്നില്ല. തമ്മിൽ ദാസരായി ഓരോരുത്തരും ആഹാരം കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാൽ എല്ലാവരും സന്തോഷത്തോടെ ആ വിരുന്ന് അനുഭവിക്കാനിടയാകുന്നു. യേശു താൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിപ്പാനായി അവരുടെ ദാസനായതുപോലെ നാമും തമ്മിൽ ദാസരായി അന്യോന്യം കീഴ്പ്പെട്ടും സഹിച്ചും അനുസരിച്ചും ആദരിച്ചും സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ യേശുവിന്റെ ശിഷ്യരെന്ന് നമ്മെത്തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. നമ്മുടെ പിതാവായ ദൈവം ഈ അനുഭവങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കി തീർത്ത് തന്റെ അനുഗ്രഹപൂർണ്ണതയാൽ നിറച്ച് തിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടുത്തുമാറാകട്ടെ.